അപ്പൊ ഇനി മുതൽ ഇൻസ്റ്റാഗ്രാം കോണ്ടന്റും ഗൂഗിളിൽ റാങ്ക് ചെയ്യും. അതായത് ഇത്ര നാള് നമ്മളൊരു അൽഗോരിതമിക്ക് പുഷ് വെച്ചിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ആ കളി മാറിയിട്ട് SEO ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി പോവാണ്. ജൂലൈ 10th മുതലാണ് ഇൻസ്റ്റഗ്രാം ഈ ഒരു അപ്ഡേറ്റ് ലോഞ്ച് ചെയ്യണത്. അതായത് നിങ്ങളിപ്പോ ഒരു കണ്ടന്റ് സെർച്ച് ചെയ്യാൻ 5 പ്ലേസ് ടു വിസിറ്റ് ഇൻ ദിസ് സമ്മർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ യൂഷ്വലി ഒരു വെബ്സൈറ്റ്സ് ആയിരുന്നു ഇത്ര നാളെ റാങ്ക് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ സെർച്ച് റിസൾട്ടിൽ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് അതിന്ന് മാറിയിട്ട് നിങ്ങൾ സിമിലർ കോണ്ടന്റ് ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റഗ്രാം കോണ്ടന്റും കൂടെ ഗൂഗിളിൽ റാങ്ക് ചെയ്യും എന്നാണ് ഇവർ പറയണത്. ഈ ഒരു അപ്ഡേറ്റ് വരുന്നതോടുകൂടെ നമ്മുടെ ബ്രാൻഡിന് കുറച്ചും കൂടെ വിസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിന് കുറച്ചും കൂടെ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാള് നമ്മുടെ യൂസറിലേക്ക് നമ്മുടെ കണ്ടന്റിനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഇൻസ്റ്റഗ്രാം യൂസേഴ്സിനെ കാണിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കൂടെ SEO ഫ്രണ്ട്ലി, അതായത് അത് ആർക്കാണോ ആവശ്യമുള്ളത്, അതായത് സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർ ആരാണോ അവരിലേക്കും കൂടെയാണ് ഈ കണ്ടന്റിനെ ഇനി മുതൽ പുഷ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കണ്ടന്റിന് കുറച്ചും കൂടെ ലൈഫ് ടൈം കിട്ടാൻ വേണ്ടിയിട്ടും ബ്രാൻഡിന് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിനായിട്ട് 3 ക്രൈറ്റീരിയാസ് മെയിൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം. ഇൻസ്റ്റാഗ്രാം പ്രൊഫഷണൽ ഓർ പബ്ലിക് അക്കൗണ്ട് ആയിരിക്കണം. രണ്ടാമത്തത് നമ്മുടെ കണ്ടന്റ് സെർച്ചബിൾ അല്ലെങ്കിൽ SEO ഫ്രണ്ട്ലി ആയിരിക്കണം. മൂന്നാമത് നമ്മുടെ ഡിസ്ക്രിപ്ഷനും SEO ഫ്രണ്ട്ലി ആയിരിക്കണം. എന്നാൽ മാത്രമേ സെർച്ച് എഞ്ചിന് ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ടന്റ് എന്താണ് സംസാരിക്കുന്നതെന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും റാങ്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ SEO കൂടെ പഠിക്കണം. SEOക്കാർക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കൂടെ പഠിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുക. പുതിയ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.